പിന്നെ ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്നുള്ളത് അമൂർത്തമായ ഒരു സാധനമാണ്, ഒരു കൺസെപ്റ്റാണ്. ജീവൻ എന്ന് പറയുന്ന ഒരു എന്നോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ജീവൻ എന്ന് പറയുന്നത് ഒരു സങ്കല്പം. ജീവി ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ജീവി ഓക്കെ, ജീവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് കാര്യകാരണങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഫലനമാണ് ജീവൻ. അതായത് ജീവൻ എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. ഓരോന്നിനും അതിൻ്റെതായ കാര്യകാരണങ്ങൾ ഒത്തുവരുമ്പോൾ അതിന് ജീവൻ ഉണ്ടാവുന്നു. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു വെപ്പൺ, ഒരു ഇലക്ട്രിക് സാധനം, അതിൻ്റെ ചാർജ് വരുമ്പോൾ, ബാറ്ററി വരുമ്പോൾ, കറണ്ട് വരുമ്പോൾ അതിന് ജീവൻ ഉണ്ടാവുകയാണ്. പക്ഷെ അവിടെ നമ്മൾ ലിറ്ററലി ജീവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കൂല, അത് ആക്റ്റീവ് ആവുക എന്ന് പറയും. ഇതേപോലെയുള്ള ഇപ്പോൾ BP നോർമലാണ്, ശ്വാസോച്ഛ്വാസം നോർമലാണ്, ഓക്സിജൻ നോർമലാണ്, ഇത്തരം മെറ്റബോളിക് ഫീച്ചേഴ്സ് മുഴുവനും നോർമലാകുമ്പോൾ അത് മനുഷ്യൻ ആക്റ്റീവ് ആവുക എന്ന് പറയൂല, മനുഷ്യൻ ജീവൻ ഉണ്ടായവനായി അല്ല ജീവിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ഈ പറയുന്നത് പോലെ ഒറ്റ ജീവൻ കൺസെപ്റ്റ് അതൊരു വേദാന്ത ഭാഷ എന്നൊക്കെ പറയുക. ഇത് രണ്ടും ജീവൻ എന്ന് പറഞ്ഞ വാക്കിനെ നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ നമുക്കൊരു ഒരുമിക്കൽ ഇത് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മൈത്രേയൻ പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു ബയോളജിക്കൽ ലൈഫിനെ പറ്റി മാത്രമാണ് പറയുന്നത്. ജീവിതം ഇല്ലടൂ. അതാണ് മൈത്രേയൻ പറയുന്നത്. താങ്കൾ പറയുന്നത് വേറെന്തോ ആണ്, അല്ലേ? ശരിയല്ലേ? ഫിസിക്സും മെറ്റാഫിസിക്സും ഉണ്ടെന്ന് പണ്ടുള്ളവർ പറയും. ഭൗതികവും അഭൗതികവും ആത്മീയവും എന്ന് പറയുന്ന ഡിവിഷനൊക്കെ വെച്ച് ലോകത്തിനെ മനസ്സിലാക്കിയവരുടെ ഭാഷയാണ്. ക്ലോക്കിനെ പോലും പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് അതല്ല, ജീവിതം അല്ലെ ജീവൻ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടല്ലോ, അത് അമൂർത്തമായ ഒരു ആശയമാണ്. ഓരോന്നിനും അതിൻ്റെതായ ജീവിതമാണുള്ളത്. അപ്പോൾ ചിലയിടത്ത് നമ്മൾ ജീവിതം എന്നുള്ള വാക്ക് ഉപയോഗിക്കും, ജീവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും, ആക്റ്റീവ്നെസ് ഉപയോഗിക്കും, പല വേർഡുകളിലാണ് വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ആ പറയുന്ന സജീവത നിലക്കുന്നതിനെ കുറിക്കുന്ന ഒരു ഭാഷാപരമായ പ്രയോഗമാണ് മരണം. അല്ലാതെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ ഓരോ മെമ്പർക്കും, പ്രപഞ്ചത്തിലുള്ള ഓരോ അംഗത്തിനും അതിൻ്റെതായ ഒരു വിലാസം കൊടുക്കാൻ പറ്റും. അതേസമയം ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ഒറ്റ ജീവനേ ഉള്ളൂ. ആ ഒറ്റ ജീവൻ ജീവിക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പ്രതിഫലനങ്ങളാണ് എല്ലാ ജീവനുകളും എന്ന് പറയുന്നതിനെ കുറിച്ച് അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റുന്ന ഏക സ്റ്റേറ്റ്മെന്റ് ഒരു കവിത എന്നാണ്. അല്ല, അത് നിങ്ങള് ഒബ്ജക്റ്റീവാണ്, കഥയാക്കിക്കോ. അല്ല, ഞാനെന്തോ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല.